ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ എണീറ്റതാണ്ട് നമ്മുടെ അടുത്തൊരു തോട്ടത്തിൽ കുറച്ച് അരിക്കൂണ് ഉണ്ടായിരുന്നേ. അപ്പോൾ അത് പറിക്കാൻ വേണ്ടി പോയേക്കുവാറ് ഞാനും നാത്തൂനൂടെ. അപ്പോൾ അവളാണ് ആദ്യം പറിച്ചിട്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പുറകെ പോയിട്ട് പറിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഏറെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്കതിൻ്റെ എല്ലാം അഴുക്കെല്ലാം കളഞ്ഞ് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന്. ഇപ്പം നമുക്ക് ഈ വർഷം നമുക്ക് ആദ്യമായിട്ട് കിട്ടുക കേട്ടോ ഈ കൂണ്, അരിക്കൂൺ. സാധാരണ ഈ വലിയ കൂണാണ് കിട്ടിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് വലിയ കൂണ് കിട്ടി. അപ്പോൾ ഈ പ്രാവശ്യം ഈ ചെറിയ കൂണാട്ടോ കിട്ടിയത്. അത് കഴിഞ്ഞ് അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിക്കുക കേട്ടോ. അത് വെച്ച് അരിക്കൂണ് കേട്ടോ തോരൻ. അപ്പോൾ നമ്മളതെല്ലാവരും കൂടെ ഇരുന്ന് ഉച്ചയൊക്കെ ആയപ്പം നമ്മൾ കഴിച്ചു. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് പെട്ടെന്ന് കഴിച്ചിട്ട് നമുക്ക് ഒരിടം വരെ പോകണം. അപ്പോൾ അതിനുവേണ്ടി റെഡി ആവണം. അപ്പോൾ ഞങ്ങൾ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചിറക്കനോടൊക്കെ നടപ്പുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതാണ് ഞാൻ റെഡി ആവുന്നതാണ്. അപ്പം പോകുമ്പം നല്ല മഴയുണ്ടായിരുന്നു, പുറത്ത് നല്ല മഴയായിരുന്നു. ഇപ്പോൾ കാലാവസ്ഥ ഭയങ്കര മോശമല്ലേ, അതായത് ഭയങ്കര മഴയും ഒക്കെ. അപ്പം ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ അടുത്തൊരു മണിയാർ ഡാമുണ്ട്. അത് ഓൾറെഡി ഞാനിവിടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് നേരത്തെ. അപ്പം നമുക്ക് അവിടെ നിന്ന് പോകാമെന്ന് കരുതി അപ്പോൾ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ. ആദ്യം ഒരു ഡ്രസ്സ് ഇട്ടപ്പോൾ അത് ശരിയായില്ല. പിന്നെ അടുത്ത ഡ്രസ്സാണ് കേട്ടോ ഇത്. ഇതൊരു ടോപ്പും പിന്നെ ഒരു ജീൻസുമായിട്ട് ഞാൻ ഇട്ടിരുന്നത്. അപ്പോൾ ഞാൻ റെഡിയായിട്ട് വരാം. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇതാട്ടോ എൻ്റെ ഡ്രസ്സ്. അപ്പോൾ പെട്ടെന്ന് റെഡിയായിട്ട് ഇറങ്ങണം അടുത്ത മഴയ്ക്ക് മുന്നേ. പക്ഷേ ഞങ്ങൾ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ മഴ ആയി. അപ്പോൾ കണ്ണൊക്കെ എഴുതി എല്ലാം ഇനി റെഡിയായി കേട്ടോ. അപ്പോൾ റെഡിയായിട്ട് ഇനി ഇറങ്ങാമെന്ന് വെച്ചാൽ പുറത്തോട്ട് വന്നപ്പോൾ അടുത്ത മഴയായി. മഴ ചാറുന്നുണ്ടായിരുന്നു അപ്പോൾ ചെറുതായിട്ട്. അപ്പം എൻ്റെ ചേട്ടനും നാത്തൂനും പിള്ളേരും കൂടെ വരണമായിരുന്നു. അവരപ്പുറത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പുറത്തോട്ട് വന്നപ്പോൾ നല്ലൊരു മഴ ചാറിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ മഴ നല്ലപോലെ പെയ്തു തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നേരത്ത് നല്ല മഴയായിരുന്നു. അതിന് മുന്നേ കുറച്ച് ചാറ്റലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇറങ്ങാൻ നേരത്ത് നല്ല മഴയായി. അപ്പോൾ ഞാനിവിടെ കുറച്ച് നേരം നിന്ന് നമ്മുടെ വീടിൻ്റെ മുൻവശം ആട്ടോ ഇതൊക്കെ. അപ്പോൾ നല്ല രസമാണ്. മഴ പെയ്ത് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്ക് കോട ഇറങ്ങും. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് അവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് മണിയാർ ഡാമിലേക്കാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് തുടങ്ങിക്കഴിഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ മണിയാർ ഡാമിൽ പോയത്. അപ്പം അപ്പുറത്ത് ബാക്കിയുള്ളവരുടെ റെഡി ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. നമ്മളിവിടെ കോട്ടേഴ്സ് അതെ, ഇവിടെ അറ്റകുറ്റപ്പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. എല്ലാം പണി നടക്കും. നമ്മളുടെ ഈ ഒരു കടയൊക്കെ വരാനാന്ന് തോന്നുന്നു. എന്താ വെള്ളം ഇതൊക്കെ തോട്ടിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മുടെ അവൾ എൻ്റെ വീഡിയോ എടുത്താടിങ്ങനെ. ഞാൻ ഇവിടെ നിൽക്കുന്നത് എനിക്കൊരു ഫോട്ടോയും വേണം. ഇവിടെ ഈ വെള്ള ക്ലിക്ക് ചെയ്താൽ മതിയേ. വെള്ള ക്ലിക്ക് ചെയ്യാനോ?
അമ്മ എന്തി അതുകൊണ്ടമ്മ ഇത് സെറ്റപ്പൊക്കെ ഉണ്ടാവും. പണ്ട് നേരത്തെ വരുമ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ചെറിയൊരു ഇതുണ്ട്, ആ ഒരു ഇതുള്ളായിരുന്നു, സ്റ്റോൺ ബെഞ്ചൊക്കെ. ഇപ്പം നല്ല ഒരുപാട് ചേഞ്ച് ആക്കി. ഇതാണ് നമ്മുടെ മണിയാറ് ഡാം. ആണോ ഷട്ടർ? അല്ല. ആണോ? അല്ല, അതും ഊരി മാറ്റിയില്ലേ? ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ മണിയാർ ഡാം. നമ്മുടെ സ്ഥലം സൂപ്പർ സ്ഥലം. അതുകൊണ്ട് നല്ല ഇതൊക്കെയാണ് നമ്മുടെ കുറച്ച് ഇവിടെ റെസ്റ്റോറൻറ്റ് കുറച്ച് കഫേ എന്തെങ്കിലും വരാനായിരിക്കാം. ഇതിപ്പോൾ ഇവിടെ നമ്മുടെ ഇരിക്കാൻ വേണ്ടി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ആണ്. ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ നടാൻ വേണ്ടി, ഇവിടെ സെറ്റപ്പ് ആകാൻ വേണ്ടി കേട്ടോ. ഇവിടെ ഇനിയും എല്ലാം പണിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വരാം. ഇപ്പം ദാണ്ട് ഇങ്ങനെ തുറന്ന് വിട്ടേക്കുന്നതേ ഉള്ളൂ. ഇവിടെ ചേട്ടൻ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഒന്നും പണി കഴിഞ്ഞിട്ടില്ല. ഇതിലും ഇവിടെയൊക്കെ ചള്ളയാണ് കേട്ടോ. ഇവിടെല്ലാം ഇനി പണിയൊക്കെ തുടങ്ങുന്നുള്ളായിരിക്കാം. നമുക്കിതിലേക്കൂടെ വേണം. ഇതാ സ്റ്റെപ്പ് കയറിയതിൻ്റെ മുകളിൽ പോയി. അപ്പം മുകളിലോട്ട് ചെന്നിട്ട് കാണാം. കാണിച്ചു തരാം. കണ്ടോ ഡാം? അടുത്ത ബ്ലോഗർ അമില. ഓ വണ്ടിയുടെ പരിപാടിയൊക്കെ നടന്നു. വീടിൻ്റെ വീടിൻ്റെയൊക്കെ നടക്കണമെങ്കിൽ ഈ പറഞ്ഞോ ഷട്ടറാന്ന് തോന്നുന്നു. എല്ലാം തുരുപ്പ് പിടിച്ച് ഇത് രണ്ടെണ്ണം. ആനയോ പുലിയോ വല്ല ഇറങ്ങും. പെരുന്നാട് എസ്റ്റേറ്റ്. ആരുഷിനെ ഇവിടെ വെച്ചാ ഫോട്ടോ എടുത്തേ. ആ അവിടെ ഇനി നമുക്ക് തൂക്കുപാലത്തിൻ്റെ അവിടോട്ട് പോവാം. ഞാൻ കാണിച്ചു തരാം അവിടെ ചെല്ലുമ്പോൾ. എനിക്ക് എന്തായാലും ബ്രിഡ്ജിൽ കയറുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം അതിന് റെക്കോർഡായില്ല. അപ്പോൾ ഞങ്ങൾ കയറി എങ്ങനെയൊക്കെയോ കയറി പകുതി എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു. മഴയൊക്കെ കഴിഞ്ഞ് നമ്മൾ തൊട്ടടുത്ത് അതിൻ്റെ അടുത്ത് ചേർന്നൊരു കടയുണ്ടായിരുന്നു. വീടും കടയും കൂടെ ചേർന്ന് കേട്ടോ. അപ്പോൾ അവിടെ കയറി ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് ഇരുന്നിട്ടാട്ടോ ഞങ്ങൾ പോയത്. പിന്നെ വീട്ടിൽ ചെന്ന് ഇവിടുന്ന് ഞങ്ങൾ കുറേ നനഞ്ഞ് എല്ലാവരും നനഞ്ഞിട്ടുണ്ടായിരുന്നു. കുടയും റെയിൻകോട്ടൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ നനഞ്ഞു. പിന്നെ അവിടെ ചെന്ന് കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഞങ്ങൾ ഒരു സ്നാക്സൊക്കെ വാങ്ങിച്ച് കഴിച്ച് വീട്ടിൽ വന്നു.
കുളിച്ചു പിന്നെ വിളക്ക് കത്തിച്ചു. അപ്പോഴത്തേക്ക് അമ്മ മീൻകറിയും കപ്പയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേവിക്കുകയും പിന്നെ ഞാനപ്പം പട്ടിക്കുട്ടന്മാർക്കാണെങ്കിൽ ചിക്കൻ്റെ കാലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ബിരിയാണി പോലെ അവർക്കത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും എനിക്ക് എല്ലാവരുടെയും സപ്പോർട്ടും ഒക്കെ വേണം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.